താക്കീത് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആണവായുധം കാട്ടി ഇന്ത്യയെ വിരട്ടാൻ നിൽക്കണ്ട, ഉചിതമായ മറുപടി നൽകും. തീയതിയും സമയവും ഇന്ത്യൻ സൈന്യം നിശ്ചയിക്കും. നമ്മുടെ സേന കൃത്യമായ ലക്ഷ്യം നേടിയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാക് തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം തീർത്തു കളഞ്ഞു. അതിനായി സർക്കാർ സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഇവിടെ ഇനി ഒരിക്കലും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. മാത്രമല്ല, സിന്ധു നദീജല കരാറിൽ ഇനിയൊരു പുനരാലോചന ഉണ്ടാകില്ല എന്നും പ്രധാനമന്ത്രി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. മതം ചോദിച്ച് നിരപരാധികളെ പാകിസ്ഥാന്റെ തീവ്രവാദി സംഘം നിഷ്കരണം വകവരുത്തി. എന്നാൽ നമ്മുടെ സൈന്യം അവർക്കുള്ള ചുട്ട മറുപടി നൽകുകയും തീവ്രവാദികളെ പിന്തുണച്ചവർക്കും തക്കതായ മറുപടിയാണ് ഇന്ത്യൻ സേന നൽകിയതെന്നും അതിന് ഇന്ത്യക്ക് സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള നേട്ടമാണ്. ഇന്ത്യയുടെ ആയുധബലം ശത്രുവിൽ അമ്പരപ്പുണ്ടാക്കിയെന്നും മാത്രമല്ല, ഇന്ത്യയുടെ ആണവശേഷി ഇപ്പോൾ 10 ഇരട്ടിയായി വർദ്ധിച്ചു. ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ ഭീഷണിക്കുള്ള തക്കതായ മുന്നറിയിപ്പാണ് ഇപ്പോൾ മോദി നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ജലത്തിന്റെ പൂർണ്ണ അധികാരം ഇവിടുത്തെ കർഷകർക്കാണ് എന്നും അതിൽ ഇനി മറ്റൊരാൾക്കും അവകാശമില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ അതായത് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുകയും ഇതോടുകൂടി തന്നെ രാജ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് വിപുലമായ തുടക്കം കുറിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി പതാക ഉയർത്തിയതോടുകൂടി തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറന്നു. അഭിമാനത്തിന്റെ ഉത്സവമാണിതെന്നും കോടിക്കണക്കിന് സേനകളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യമെന്നും വ്യക്തമാകുന്നു. ഭരണഘടനയാണ് വഴികാട്ടി. സാങ്കേതിക രംഗത്തടക്കം തന്നെ കൈവരിച്ച നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും സാക്ഷിയാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിൽ വീര സൈനികർക്ക് മോദി ആദരമർപ്പിച്ചു. നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് നല്ല മറുപടി നൽകിയെന്നും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമൊക്കെ ശിക്ഷ കൊടുത്തു. മതം ചോദിച്ച് തീവ്രവാദികൾ നിഷ്കളങ്കരായ സഞ്ചാരികളെ വകവരുത്തുകയാണ് ഉണ്ടായത്. സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയത്. പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മുടെ സൈന്യം തകർത്ത് തരിപ്പണമാക്കി. ആണവായുധ ഭീഷണി മുഴക്കി ഇന്ത്യ ഇനി വിരട്ടാൻ നിൽക്കേണ്ട എന്നും ആ ബ്ലാക്ക് മെയിലിംഗ് ഇവിടെ വിലപ്പോകില്ല എന്നും സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല എന്നും രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകാൻ ഞാൻ ഇനി അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരവും ഇവിടുത്തെ പൂർണ്ണ സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ ഇവിടുത്തെ കർഷകർക്കാണ് എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ ഈ ഒരു പ്രസംഗത്തിലൂടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നുവെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കുമെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റർ കുറിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനോട് കൂടി തന്നെ വിജയമായി ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ അതീവ സുരക്ഷാ വലയത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, സുരക്ഷയുടെ ഭാഗമായി 25,000-ഓളം പോലീസ് അർദ്ധ സൈനിക ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ AICC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ത്രിവർണ്ണ പതാക ഉയർത്തുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.